വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം മാലൂട്ടി. അപ്പം നമ്മൾ പോണ സ്ഥലം എറണാകുളം കറങ്ങിട്ട് വരാം. എറണാകുളത്ത് എവിടേക്ക് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഗൈസ്. നമ്മൾ ഉപ്പാമനെയും പൂത്തച്ഛനെ വിളിക്കാൻ പോവാണ്. ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ കൂടെ ഉള്ളത് ഉപ്പാമനും പൂത്തച്ഛനെ. അവരെ വിളിച്ചോണ്ട് പോവാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇതേ അമ്മ റെഡി ആയിട്ടുണ്ട്. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചാർലി വയറ് പറഞ്ഞിട്ടേ അവനെ അനക്കാൻ പറ്റില്ല എന്ന്. ഓ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ. ഇത് കണ്ടോ, ഇവിടെ ഒരു മയിലച്ഛനുണ്ട്. ഞങ്ങ കാണാൻ പറ്റുള്ള ക്യാമറയിൽ കാണാൻ പറ്റണില്ല. ഈ മയിലൊക്കെ വന്നിട്ടാണ് ഇവിടെ പാമ്പ്. വീടിന്റെ വാതിക്കൽ ഒരു കുളമുള്ളതാണ് കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് അതിനകത്തേക്ക് നോക്കിയിരിക്കാനായിട്ട്. ഇപ്പൊ നമ്മള് ഉപ്പാമയുടെയും പൂത്തച്ഛയുടെ അടുത്താണ് ഉള്ളത്. അവരെ വിളിക്കാൻ വന്നേക്കാണ്. കിട്ടാൻ വന്നു. അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എടുത്തോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കട. അപ്പോൾ പോകാനായിട്ട് കയറുമ്പോൾ നമ്മൾ വെള്ളവും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രിയയാണ് കേട്ടോ കടയിലുള്ളത്. പ്രിയ വരുന്നില്ല. കുഞ്ഞനാണെങ്കിൽ അവൻ ജോലിക്കും പോയി കേട്ടോ. അപ്പം അച്ഛനും അമ്മയാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പൊ ഗായ്സ്, നമ്മളിവിടെ ഫോർട്ട് കൊച്ചിയില് ഇവിടെ ഒരു മ്യൂസിയം കണ്ടു. അപ്പൊ അവിടെ കയറാൻ പോവാണ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കാണുന്നത് ഇതുപോലുള്ള കാഴ്ചകളാട്ടെ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാട്ടെ. ഇത് യുദ്ധത്തിന് പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്നാണ് അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആളവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ യുദ്ധങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ചെറിയ ജെറ്റ് വിമാനം, അങ്ങനെ പീരങ്കികൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ സെക്ഷൻ തിരിച്ച് 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സെക്ഷനിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ഇങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, ഫുൾ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇത് എല്ലാം യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് ഫുള്ള്. ഇവിടെയാണെങ്കിൽ കൊടുത്തിരിക്കുന്ന പഴയ രാജാക്കന്മാരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റൂമാട്ടോ. ഇതിങ്ങനെ മാത്രം പിക്ചറുകൾ മാത്രം ചെയ്തുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ കൊണ്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ വീഡിയോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോണേക്കുമ്പോഴേ ഞാൻ ഇപ്പുറത്തേക്കൊന്ന് പോയി നോക്കിയിട്ട് അന്നേരം ഇവിടെ കാണുന്നതും ഇതുപോലെ മിസൈലുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ, ഹിസ്റ്ററി ആയിട്ടുള്ള കുറേ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. സൈഡിലായിട്ട് ചെറിയ ചെറിയ ഹെലികോപ്റ്ററുകളുടെ മോഡലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം പഴയ ഈ പട്ടാളക്കാരുടെ നേവിക്കാരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇവിടെ പുറത്തേക്ക് വന്നപ്പോൾ തോക്കുകളുടെ ഒരു സെക്ഷൻ, വേറെ വലിയ തോക്കുകളുടെ സെക്ഷൻ, അങ്ങനെയൊക്കെ പല പല വാളുകൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ പ്രതിമകൾ, അത് ഈ ഒരു ഹെഡായിട്ടുള്ള ആളുകളുടെ മെയിൻ ആളുകളുടെയാണ് അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. ഇത് പേരൊന്നുമില്ല കേട്ടോ, മെയിനായിട്ട് വെച്ചേക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇത് അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന വഴിയൊക്കെ മിസൈലുകളോ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ലത്, നമുക്കൊരു രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് അവിടെ എല്ലാം കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊരു മ്യൂസിയം നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കപ്പലിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ ഈ പീരങ്കി മോഡലാണ് കേട്ടോ.
പിന്നെ ഇവിടെയും ഹിസ്റ്ററിയാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. വേറൊരു മോഡലാണ് മാത്രം. ഇവിടെ കുറേ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നമുക്കൊരു കൗതുകമാണ് കേട്ടോ. നമ്മളതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് അതുപോലത്തെ തന്നെ മിസൈലുകളും കാര്യങ്ങളും പിന്നെ ബോട്ടുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ പ്രത്യേകത പറഞ്ഞത് 2 കോട്ട പോലത്തെ 2 സംഭവത്തിലായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ കണ്ടത്. അത് രണ്ടും യുദ്ധസമയത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അതിനുശേഷം ഇത് പൊളിച്ചു കളയാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പൊളിച്ചു കളയാൻ പറ്റാതെ അത്ര നല്ല ബലത്തിലായിരുന്നു സംഭവം വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പൊളിച്ചു കളയാൻ സാധിക്കാതെ വന്നപ്പോൾ മ്യൂസിയം ആക്കി എന്നാട്ടോ പറഞ്ഞത്. പിന്നെ ദേ ഇവിടെ ഇതുപോലൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതും നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഇതിനു മുന്നേ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും. പിന്നെ നമ്മളിവിടെ കണ്ടത് അപ്പർ സൈഡിലായിട്ട് ഏറ്റവും ലാസ്റ്റ് സെക്ഷനായിട്ട് ഹെലികോപ്റ്ററും ഒരു ബോട്ടുമാണ് കേട്ടോ. ഒരിടത്ത് ഹെലികോപ്റ്റർ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അത് നമുക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. നമുക്ക് പിന്നെ എല്ലാത്തിൻ്റെ അടുത്തൊരു ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെയുള്ള ബോട്ടിൻ്റെ കൂടുതലൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ. ബോട്ട് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിയുന്നതാണ് കേട്ടോ കാണുന്നത്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങാന സമയമായപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. ഫോർട്ട് കൊച്ചിയിൽ ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ വീട് അത് കാണാനായിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ടി വിയിൽ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഇതല്ല കേട്ടോ, പിക്ചറല്ല കേട്ടോ. വ്യത്യാസമുണ്ട്. ആ കോണിപ്പടി മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. അവിടെയൊക്കെ ഇങ്ങനെ പിക്ചറൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ചായ മാറിപ്പോയി കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല, നല്ല മഴയാണ് കണ്ടോ. അപ്പോൾ കാറിലിരുന്ന് തന്നെ വീഡിയോ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാറായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ടപ്പോഴത്തേനും നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. കാരണം എല്ലാവർക്കും നോമ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്മ ഊണാണ് പറഞ്ഞത്. ഞാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാൽ നെയ് റോസ്റ്റ് ആട്ടോ പറയാറുള്ളൂ. അപ്പോൾ എനിക്ക് നെയ് റോസ്റ്റ്, പിന്നെ മാളും അനീഷേട്ടനൊക്കെ ഫ്രൈഡ് റൈസും നൂഡിൽസും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഓർഡർ ചെയ്തത്. അച്ഛനും ഫ്രൈഡ് റൈസ് ആട്ടോ. അപ്പോൾ ചോറ് പറഞ്ഞ തന്നെ അമ്മയ്ക്ക് ആദ്യം വന്നു, നെയ് റോസ്റ്റ് എനിക്ക് വന്നു, പിന്നെ അവർക്ക് വന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ബോട്ടിങ്ങിനുള്ള ആൾക്കാർ ചുറ്റിനും ഉണ്ട് കേട്ടോ, നമുക്ക് പുറകെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് നടക്കുകയാണ് കേട്ടോ. നടന്ന് ഞങ്ങളങ്ങ് എത്തിയപ്പോഴത്തേനും ഒരു കൂട്ടുകാരൻ ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ച് ഞങ്ങളിതേ ഇപ്പോൾ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതേ ബോട്ടിങ്ങിന് കയറുകയാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. മിക്കവാറും ബോട്ട് യാത്രയുടെ സമയത്ത് മഴയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്ത് കയറി. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറി സ്ഥലമൊക്കെ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ബോട്ട് എടുത്തു പോവാണ് കേട്ടോ. പോണ സമയത്ത് നല്ല മഴക്കാറും മഴയൊക്കെ വരുന്നുണ്ട്. ഇത് എല്ലാവരും ഒരു മഴ അങ്ങ് കഴിഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ. പിന്നെ കുറച്ചെടുത്തപ്പോഴത്തേനും മഴയൊക്കെ മാറി, പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ മലയാളീസ് അല്ലായിരുന്നു കേട്ടോ, കൂടുതലും തമിഴരും ഹിന്ദിക്കാരും ഒക്കെ ആയിരുന്നു കേട്ടോ. മലയാളീസ് കുറവായിരുന്നു. പിന്നെ നമ്മളങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ബോട്ട് യാത്രയായിരുന്നു കേട്ടോ. അടിച്ച് പൊളിച്ചു. ഇടയ്ക്ക് ഭയങ്കര മഴ പെയ്തായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു യാത്രയായിരുന്നു. മഴയും ഒരു സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, റോബോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റോബോട്ടിനെയൊന്നും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിതേ ടിക്കറ്റൊക്കെ എടുത്ത് റോബോട്ടിനെയും കാണാമെന്ന് വിചാരിച്ച്. ഇന്ന് തിരക്ക് കുറവാണ്, മഴയായതുകൊണ്ട്. അപ്പോൾ എല്ലാം നല്ല ഭംഗിക്ക് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം ചാടി കയറി കേട്ടോ.
എന്നിട്ട് ചെന്നപ്പോഴാണ് അടിപൊളി റോബോട്ട് കേട്ടോ. നമുക്ക് അതിശയം തോന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഡോഗൊക്കെ വരുന്ന ആ ഒരു ഫീൽ ഒടിക്കൂട്ടോ. ഭയങ്കര സൗണ്ടും അവർ ചവിട്ടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത്ര കാനം പോലെ കേട്ടോ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നല്ലതായിട്ട് അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. നീ അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നടന്ന് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെ നമ്മൾ സഹായിച്ചു കേട്ടോ. പുള്ളി അതിൻ്റെ കൂട്ടത്തിൽ നടക്കാനും നമ്മളെ പറഞ്ഞു, പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ല അതിശയം തോന്നുവേ. ഇത് ശരിക്കും ഒരു മനുഷ്യൻ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കും പോലുള്ള ഒരു ഫീൽ തോന്നും കേട്ടോ. പിന്നെ അത് ഷെയ്ക്കാൻ്റെ എടുത്ത് കഴിഞ്ഞ് പിന്നെ കെട്ടിപ്പിടിക്കാൻ വന്നേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് പേടി തോന്നിയേ. അതിന് ശേഷം പിന്നെ അവർ പറഞ്ഞ് കുഴപ്പമില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയും കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ നിന്ന് കൊടുത്തിട്ട് അപ്പോൾ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ റോബോട്ടിനെയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയുണ്ട് കേട്ടോ ഒരു 3D ഷോയും കൂടി ഉണ്ടായിരുന്നു. അത് ഈ കാണുന്നത് അടുത്തായിരുന്നു. അപ്പോൾ അവിടെയും പോയി ഞങ്ങൾ അതും കണ്ടു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നേ. അങ്ങനെ 3D ഷോയും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോപ്കോൺ കണ്ടു. പോപ്കോൺ മേടിച്ചു. പിന്നെ നമ്മുടെ വീക്ക്നെസ്സായ ഐസ്ക്രീം കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു, കാരണം മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഓരോരോ സാധനങ്ങൾ എക്സിബിഷന് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കയറിയപ്പോൾ നമ്മളിത് ഇങ്ങനെ വേദനയ്ക്ക് മസാജ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. ലൈബ്രറി ആയിട്ടും കുറേ സാധനങ്ങളൊക്കെ ഉള്ള കടകളൊക്കെ ആയിട്ടും പിന്നെ ചായ, ബജി. അപ്പോൾ ഞങ്ങൾ മഴയായതുകൊണ്ട് പുറത്ത് മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചായയും ബജിയൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ എക്സിബിഷനും കഴിഞ്ഞു. റോബോട്ടിൻ്റെ കൂടെ കളിച്ചു. പിന്നെ 3D ഷോ അടിപൊളിയായിരുന്നു. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെ അവിടുത്തെ അവിടുത്തെ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.